കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ബഹളം. തുറക്കുളം മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RMP കൗൺസിലർമാരാണ് യോഗത്തിൽ പ്രതിഷേധിച്ചത്. കൗൺസിൽ യോഗത്തിൽ 9ാം നമ്പർ അജണ്ടയായാണ് തുറക്കുളം മാർക്കറ്റ് നിർമ്മാണത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിക്കാൻ കൗൺസിൽ സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട ഉൾപ്പെടുത്തിയിരുന്നത്. വിഷയത്തിൽ നടന്ന ചർച്ച നീണ്ടതോടെ യോഗാധ്യക്ഷയായ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഇടപെടുകയായിരുന്നു. മറ്റ് അജണ്ടകളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് RMP അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് ചർച്ചയ്ക്ക് സമയമനുവദിക്കുകയായിരുന്നു. വിഷയത്തിൽ സമിതി രൂപീകരിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സുഭിക്ഷ ഹോട്ടലിൽ ഊണിന് 20 രൂപയിൽ നിന്നും 30 രൂപയാക്കിയ നടപടി കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് ഷാജി ആലിക്കൽ പറഞ്ഞു. ഊണിന്റെ വിലവർധന സംബന്ധിച്ച അജണ്ട കഴിഞ്ഞ ഭരണസമിതിയുടെ യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ കൗൺസിൽ ഒറ്റക്കെട്ടായാണ് വില വർദ്ധിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നാണെന്നും ഷാജി ആലിക്കൽ പറഞ്ഞു. പത്രമാധ്യമങ്ങൾ മുഴുവൻ എത്തിയിരിക്കുന്നത് 20 രൂപയാണ് സുഭിക്ഷയിൽ ചോറുന്നതാണ്. ഈ 30 രൂപ മേടിക്കുമ്പോൾ അത് കൗൺസിൽ അറിയണ്ടേ? എങ്ങനെ നഷ്ടം വരുന്നത്? ഇവിടെ കൂടാതെ സ്പെഷ്യലുകളുണ്ട്. ബീഫായാലും ചിക്കനായാലും മസാല ദോശ ആയാലും അതിനൊക്കെ തിരക്കില്ലാത്ത പൈസ വാങ്ങുന്നുണ്ട്. പിന്നെ 20 രൂപയുടെ ചോറ് ഈ തീരെ ഒരു ഗതിയില്ലാത്ത ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ വിധ 10 രൂപ കൂട്ടിയിട്ട് ആ 10 രൂപ കൂട്ടി അത് അറിയണ്ടേ? കൗൺസിൽ അറിയണ്ടേ? നിരക്ക് വർദ്ധിപ്പിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഉത്തരവുണ്ടായിരുന്നെന്നും ഇത് പാലിക്കാതിരുന്നാൽ സുഭിക്ഷയ്ക്ക് ലഭിക്കുന്ന സബ്സിഡി മുടങ്ങുന്ന സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പാക്കുകയാണ് ഉണ്ടായതെന്നും ചെയർപേഴ്സണും സെക്രട്ടറിയും വിശദീകരിച്ചു. സുഭിക്ഷയിലെ പൈസ കൂട്ടിയില്ലെങ്കിൽ സബ്സിഡി നമുക്ക് സാധാരണ സബ്സിഡി കൂടി കിട്ടിയിട്ടാണ് സുഭിക്ഷ ഹോട്ടൽ നടന്നു പോകുന്നത്. അപ്പം അതിൽ സിവിൽ സപ്ലൈസ് നമ്മൾ സർക്കാർ ഉത്തരവ് നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്സിഡി അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുഭിക്ഷയിൽ വില വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കറി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ല രീതിയിൽ സുഭിക്ഷ പോകുന്നത്. എന്നാൽ കൗൺസിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവർത്തിച്ചു. നഗരസഭയിലെ ദ്രവ്യമാലിന്യ സംസ്കരണ DPRകൾ പരിശോധിച്ച് നടപ്പാക്കാൻ കൗൺസിൽ സമിതി രൂപീകരിക്കും. ഹരിതകർമ്മസേനയിൽ ഒരു വാർഡിന് 2 പേരായി നിജപ്പെടുത്തി. നഗരസഭാ പരിധിയിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി ലേലം ചെയ്ത് ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. കുന്നംകുളത്തെ കാർബൺ എമിഷൻ രഹിത നഗരസഭയാകും. നഗരസഭയിൽ ആധുനിക അറവുശാല നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ സാങ്കേതിക സംവിധാനം ഉറപ്പുവരുത്താനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരത്തിലെ നിരീക്ഷണ ക്യാമറകളുടെ വാർഷിക അറ്റകുറ്റപ്പണി കരാർ നടപടികൾ ഉടൻ പൂർത്തീകരിക്കും. 600 ചതുരശ്ര അടിയിൽ താഴെയുള്ള വീടുകൾക്ക് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിശോധിക്കും. അദാനി വാതക പൈപ്പ് ലൈനിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുമെന്നും വിവിധ കൗൺസിലർമാർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയായി ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ ലബീബ് ഹസൻ, ഗീതാ ശശി, റീജ സലീൽ, സോമൻ ചെറുകുന്ന്, PK ബിനീഷ്, AS ശ്രീജിത്ത്, രേഷ്മ സുനിൽ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു.